റൈസ് കുറച്ച് അത്രയൊന്നുണ്ടല്ലേ നീ അവിടെ വെച്ചേ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇന്ന് ഞാൻ മാത്രമാണ് വ്ളോഗ് ചെയ്യുന്നത്. വൈഫ് ഇവിടെ ഇല്ല. പിന്നെ ഒരു കമ്പനിയുടെ ഒരു ഗെറ്റ് ടുഗദർ ഇവൻ്റാണ്, ടീം ലഞ്ചിന് പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം, അപ്പോൾ എല്ലാവർക്കും കാണാം. ഈവൻ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവർക്കും അവർക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഇത് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾ തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ ടീം ലഞ്ചിന് പോകുന്നു. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മന്തി കഴിക്കാനാണ് പോകുന്നത്. കമ്പനി എല്ലാവരുമായിട്ട് മന്തി കഴിക്കാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് 30 സ്റ്റാഫ്സ്, നമ്മൾ 30 ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വയൽ വേണം, അത് ഒരു പ്രശ്നമാണല്ലോ, എല്ലാ വീഡിയോയിലും അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ റിയാസിൻ്റെ റൂമിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അവനായിരുന്നു ഡ്രൈവർ. അവൻ്റെ വണ്ടിയിൽ നിന്ന് ഇന്ന് പരിപാടി നടക്കേണ്ടതെന്ന് അവനറിയാം. ഇന്ന് പരിപാടി പോയി ബുക്ക് ചെയ്തത് അവനാണ്, ഫുഡ് ഏൽപ്പിച്ചത് അവനാണ്, വെന്യൂ സെലക്ട് ചെയ്തത് അവനാണ്, പിന്നെ ഡേറ്റ് കൺഫേം ആക്കിയത് അവനാണ്. രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നതും അവൻ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം പ്ലാൻ ചെയ്ത സാരഥി മെയിനായിട്ടൊരു കാര്യം മറന്നു, അതായത് അവൻ്റെ ക്യാമറ എടുക്കാൻ അവൻ മറന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വെന്യൂ ബുക്ക് ചെയ്തു, ഫുഡ് ബുക്ക് ചെയ്തു, സ്ഥലം നോക്കി കൺഫേം ചെയ്തു, ഡേറ്റ് കൺഫേം ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ട് ആശയം ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു പരിപാടി, ക്യാമറ എടുക്കാൻ മറന്നു, ഫോട്ടോ. അപ്പോൾ എന്തായാലും ക്യാമറ എത്തി. ഇത്ര നേരം ഞാൻ എന്തായാലും പറയണമെന്ന് വിചാരിച്ചിട്ട് ഇരുണ്ടാക്കാം. എന്താ ക്യാമറ എത്തി, എന്താ അവന് പറയുന്നത്, വീഡിയോയിൽ കണ്ടത് എന്താ പറയണേന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടെ അടുത്ത് തന്നെയാണ് അത്. ഇവൻ്റെ വണ്ടിയിൽ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ വീഗാലാൻഡിൽ ഒരു റോളർ കോസ്റ്ററിൽ, ഞാൻ ഇപ്പോൾ നേരത്തെ വരുമ്പോൾ ഇവിടെ പെരണ്ടി പിടിച്ച് ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് സത്യമായിട്ടും. കാരണം ഒരു റൗണ്ട് പോയി എന്തൊക്കെയോ ചെയ്തു. ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് ചിലപ്പോൾ പോലീസുകാർ പിന്നെ പിടിക്കും. അപ്പോൾ ഞാൻ പറയണില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇപ്പോൾ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കയറുള്ളൂ, പിന്നെ അതാണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. ഞങ്ങളെത്തി നട്ടപ്പുറ വെയിലത്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളല്ലാണ്ട് ഇതിൻ്റെ സൂത്രധാരൻ റിയാസിന് മാത്രമേ അറിയുള്ളൂ എന്ത് സ്ഥലം എന്നുള്ളത്. അതെ 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 അതെ, വേറെ അവിടെ ചെല്ല. നമ്മളപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി മന്തി കഴിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും, അല്ലേ? സോ അങ്ങനെ നമ്മളിത് ഇവിടെ കയറിപ്പെട്ടപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മജ്ലിസ്, അല്ലേ? ഫുള്ള് സ്വന്തം മജ്ലിസാണെന്ന്. അത് ലോഗോ വേണ്ടതായിരുന്നു, ഇവിടെ കമ്പനി ലോഗോ വന്ന്. അപ്പോൾ അവർ പോകുമ്പോൾ ഒരു ബില്ല് തരും, ഇത് എഴുതി വെച്ചോളൂ, ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഇതാ നമ്മളിവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് അവിടെ ഒരു എൻട്രൻസ്, അതിന് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് ഫുൾ മജ്ലിസ് നമ്മളെടുത്തിരിക്കുന്നു. കേക്ക്, അപ്പോൾ കേക്ക് മുറിയുണ്ട്, മന്തി കഴിക്കലുണ്ട്, പിന്നെ കുറേ പരിപാടികളുണ്ട് നമുക്ക് തീർക്കാനായിട്ട്. എങ്ങനെ എല്ലാവരും അലിക്ക എന്തായി പരിപാടി? നിങ്ങൾ ഇവിടെ സെറ്റാക്കി അല്ലേ? അതെ തീരുമാനമാക്കി. എന്തിനു കിച്ചൻ മന്തി വേറെ ആളുണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്ന്. യെസ് സാർ, ഇതാ നമ്മുടെ പുതിയ ആൾക്കാർ ഇവിടെ എല്ലാവരും ഉണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. യെസ് സാർ, ഹൗ ആർ യു? ഫൈൻ, ഗുഡ്. ഓ മൈ ഗാഡ്. ഇതേ നമ്മളിങ്ങനെ ഇരിക്കി ഇതെല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്യാമറാമാൻ തനൂജിനോടൊപ്പം കണ്ട, എവിടെ പോയാലും ഇതാണ് ആളുടെ പരിപാടി. എവിടെ പോയി 3 ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ നേരം കുറച്ചായി നിർത്തിയേക്കുന്നു. ഷെഫീഖിന്റെ ഫോട്ടോ എടുക്കണില്ല, അത് മോശമായി തനൂജ, അത് ഭയങ്കര മോശമായി തനൂജ. അത് റിഫ്ലക്ട് എന്തെങ്കിലും പറയണേ, എന്താ ഫ്ലാഷ് അടിച്ച കുഴപ്പം? ചോറിയണ നിർബന്ധിക്കാണ് ഫോട്ടോ പോയി. സനോജ് ഭായ് ആ കേട്ടില്ലേ, ഇവനെ നിർബന്ധിക്കണത്ര. ആ ഒരാളുടെ കഷ്ടപ്പാട് നോക്കി ഫോട്ടോ എടുക്കാനായിട്ട്, അതിനു വേണ്ടി മാത്രം നിൽക്കുക. ബിബുലെ എന്താ നീ ആലോചിച്ചിരിക്കണേ? എന്തേലും പറയേ.
എന്തായാലും സൂപ്പ് എത്തി. നമ്മുടെ സൂപ്പ് എത്തിയിട്ടുണ്ട്. സൂപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതെ, ഞങ്ങൾ കുറേ നേരമായി ഇരിക്കുന്നു. പച്ചക്കറി ഒന്ന് സൂപ്പ് വന്നു. മട്ടൻ എവിടെ? മട്ടൻ എവിടെ? ഇത് ഈ പച്ചക്കറി തിന്നാനായിട്ട് ഇവിടെ വരണം. അത് നോക്ക്. ഏത് പച്ചക്കറിയാ? ഞാൻ പച്ചക്കറി 200 കഴിക്കും. ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിച്ചോണ്ട്. എന്താ നമുക്ക് പച്ചക്കറി സലാഡ് എത്തി, സൂപ്പ് എത്തി, പ്ലേറ്റ് എത്തി, മെയിൻ കോഴ്സ് എത്തിയില്ല. ഇത് ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്ന കൊണ്ടിരിക്കുന്ന ആള് 200 ഗ്രാം 150. ഓ കഷ്ടം. അവനിപ്പോ എന്താ പറഞ്ഞേ? നീ പറയേ. സ്മോൾ അടിക്കണവർക്ക് മദ്യപാൻ എന്തൊക്കെ ആള് വന്ന് പറഞ്ഞിട്ടുണ്ട്. അറബി അറിയുന്ന 2 ആളല്ലോ. ഒന്ന് ഇവന് അറബി അറിയാൻ നിങ്ങൾ ആരും പറയരുത്. നിനക്കും പറയരുത്. നിനക്ക് എന്തിനാ മദർസിൽ പോയി? ആൾക്ക് അറബി അറിയും. പിന്നെ നമ്മുടെ തന്നൂജി. ഈ 2 ആൾക്കാർക്കാണ് അറബി അറിയുന്നത്. അറബി പറഞ്ഞ ആൾക്കല്ലേ. ആ സാധനങ്ങൾ എത്തിയോ? തല താഴ്ത്തിക്കോ. അത് തലയിലിട ഫുള്ള് പുകയാ. എത്തി. ഓ, അങ്ങനെ നമ്മൾ 3-4 പോർഷൻ ആക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും മാറ്റി ഇങ്ങനെ അകത്തേക്ക് തിരിച്ച് അകത് ഗ്യാപ്പിൽ അതത് ഗ്യാപ്പുകളിൽ ഇത് വെട്ടി. എന്തിനാ കണ്ണൊക്കെ പൊള്ളിയിട്ടിരിക്കുന്ന? ഇതാകെ പുകച്ച് പുറത്ത് ചാടിക്കോ? ഇതേവിടെ ഇപ്പോൾ ഫുള്ള് പുകച്ച് അവരൊരു ഇതാക്കിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ഫുഡ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫുഡ്. ഓ, എന്താ സ്വർഗത്തിലെത്തിയ പോലെയല്ല ഫുള്ള് പുകച്ചിട്ട്. ഇതാ അങ്ങനെ 1 2 3 അടിപൊളി. ഇതാ വന്നു ഈ സാധനങ്ങളിരിക്കുന്നു. മട്ടൻ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് സെറ്റ്. അടിപൊളി. താങ്ക് യു. ഇനി നമ്മൾ ഒത്തിരി ഇങ്ങനെ ലേറ്റ് ആക്കണ്ട. നമുക്കൊരറ്റത്ത് നിന്നിട്ട് തുടങ്ങാം അല്ലേ? كما شرفتونا اليوم في مطعم الركن اليمني. اهلا وسهلا يا مرحبا. شرفتونا ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾക്ക് അറബി അറിയാത്തോണ്ട് കുഴപ്പമില്ല. എനിക്ക് അറബി അറിയാലോ. ഇവിടെ ഇരിക്കണു. ഇങ്ങനെ ഇവിടുന്ന് ഏറ്റവും വരെത്തി. എല്ലാവരും ഇവിടെ സെറ്റാണ്. ദോ ഇനി അടുത്ത് തുടങ്ങാമല്ലോ നമുക്കൊരറ്റത്തുനിന്ന്. ഇങ്ങനെ ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഒരു ഒത്തൊരുമ നോക്കും. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ എല്ലാവരും അവരവരെടുത്ത് കഴിക്കാം. എന്താണ് നീ ആലോചിക്കണേ? അവന് വിഷമായി. ഇപ്പോൾ തുടങ്ങാം. അത് നല്ല ഭാഗമാണ്. ഇവിടെ നടത്തു. പിന്നെ റൈസ് കുറച്ച് അത്രയൊന്നുണ്ടല്ലേ നീ അവിടെ വെച്ചേ? 150. ഞാൻ 100 ഗ്രാമൊക്കെ വെച്ച് കഴിക്കുക. അപ്പോൾ ബ്രെഡ് പോലെ വരിക. ബ്രെഡ് നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ്. ഒരു രക്ഷയില്ല. നല്ല പൂവല്ല, നല്ല അലിഞ്ഞ് പോവാ. സൂപ്പർ. ഇനി നമുക്ക് ഇങ്ങനത്തൊരു വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നില്ല. എന്തെങ്കിലും സമാധാനമായിട്ട് കഴിച്ചു തീർക്കില്ല. സോ ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ആ ഒരു റൊട്ടി വന്നപ്പോ റെഗുലർ ഒരു എക്സ്പ്രഷൻ നോക്ക്. ഓ യമനി. ഒറിജിനൽ. എന്താ പെട്ടെന്ന് സൈലന്റ് ആയി എല്ലാരും? കത്തി
ക്ഷീണിച്ചടങ്ങി അതൊക്കെ ഇട്ടാണ്ട് എല്ലാവരും ഒരു സൈഡായി തുടങ്ങിട്ടോ. എല്ലാവരും കഴിച്ചിട്ട് ഒരു വിധമായി തുടങ്ങി, വൈകാതെ തുടങ്ങി. ഇതേന ഇവിടെ പച്ചക്കറി കഴിച്ച് പാവം ഒരാൾ മാത്രം ധരിക്കണം. ഒരു വലിയ റൊട്ടിയുടെ ചെറിയൊരു ഭാഗം എടുത്ത് കഴിച്ച്. എങ്ങനെയുണ്ടായിരുന്നു നിതീഷ? അടിപൊളി, സൂപ്പർ. അപ്പൊ ആരാ രേഖിലേച്ച് പച്ചക്കറി എന്താ കഴിച്ചത്? പാവല്ലടാ. എങ്ങനെയാണ് ചോദിക്കാൻ തോന്നണത് എനിക്ക്? എന്തായാലും പരിപാടി ഉഷാറായിക്കൊണ്ടിരിക്കണം. അടിപൊളി. ഞാനൊരു കാര്യം കാണിച്ചു തരണം. ഇപ്പം എല്ലാവരും നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഇങ്ങനെ ചേർന്നിരിക്കുകയായിരുന്നു. അവിടെ പാത്രത്തിലേക്ക് ഇങ്ങനെ കുഞ്ഞിഞ്ഞിട്ടായിരുന്നു പറഞ്ഞത്. ഇനി നോക്കി ഇവിടുത്തെ അവസ്ഥ നോക്കി, ഇതല്ല രസം. ഇനി ഇങ്ങോട്ട് നോക്കി, ഇതാ അങ്ങ് നോക്കിയേ, ഇവിടെ വലിയൊരു ഗ്യാപ്പ് ആയിക്കണ്. എല്ലാവരും ചാരി ഇരിക്കുക, കഷ്ടപ്പെട്ടിട്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങട്ട് ചേരുന്നില്ലേ? ഇതാ മോനെ, ഇനി അത് രക്തം പെരണ്ടാലും അത് ഉള്ളിൽ കയറാൻ പാടുള്ളൂ, അതറിയില്ലേ? യമനുകളുടെ കത്തിയൂരി. ഇതാ കത്തിയൂരി. കഞ്ചറാ നോട്ടെ. അതങ്ങനെ ചെയ്യരുത്. വെയിറ്റ് ഉണ്ടോ? ഇനി രക്തം കണ്ടാലേ അത് വെക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട്, രക്തം കാണാൻ മുറിയില്ലേ? പണ്ട് യമനിലായിരുന്നു രക്തം കാണാതെ മുറിയുണ്ടെന്ന്. ഇതിലെ പ്രശ്നമില്ല, അത് മുറിയണ്ടെന്ന്. രക്തം കാണണം ഫുള്ളാ. മുറിയുണ്ട്, മുറിക്ക്. എനിക്ക് വേണ്ട, ഞാൻ ആയുധം പിടിക്കില്ല. ഇതെന്തായാലും തന്നെ ഞങ്ങള് ഇനി തിരിച്ചു വെക്കാൻ അറിയാവുന്ന അതിൻ്റെ ഉള്ളില്. അതാ നോക്കിയേ, കേറിയത് സിമ്പിളായിട്ട്. ഓ മാൻ, അത് ഊരി പോവാ, ടൈറ്റാക്ക്. നീ ഒന്നും കഴിച്ചില്ലെന്ന്. ഷെഫിക്കിട്. ഞാടെ കൈ മുറിയണ്ടാ. എല്ലാവരും ഈ സാധനം കെട്ടി ഇരിക്കുകയാണ് ഇപ്പോൾ. അവർ യമനീസിന്റെ ഒരു ട്രഡീഷണൽ നൈഫ് വെച്ചിട്ട്. ഇനി അടുത്ത ആളാണ് സെറ്റ് ആവുക നമ്മുടെ പാചി വന്ന്. ഓ ബടിയാ, ആയിവാ. ഓ അവൻ അറബി പറയാ. ആയിവാ. उधर സോ അങ്ങനെ നമ്മളെ ഒരു ട്രഡീഷണൽ നൈഫ് വെച്ചിട്ടുള്ള പരിപാടികൾ കണ്ടു. അവർ ഓരോരുത്തർ അത് ഇട്ടിട്ട് ഇവർ വന്നിട്ട് നമുക്ക് അണിയിച്ച് തരുന്നുണ്ട്. നമുക്ക് ഇഫ് യു നീഡ് ടു വെയർ ഇറ്റ് ആൻഡ് ടേക്ക് എ സ്നാപ്സ് ഫോട്ടോസ് സംതിങ് അത് സെറ്റാണ്. നമുക്കത് വന്ന് ഫോട്ടോ എടുക്കണം കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ അവരത് കെട്ടി നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 ആൾക്കാരൊക്കെ അത്
നല്ല രീതിയിൽ എടുത്ത് നോക്കി അങ്ങനെ സൂപ്പറായിട്ടാണ്. സോ നെക്സ്റ്റ് കേക്ക് മുറിക്ക് കേക്ക് ഇതേ നമ്മൾ 3 കേക്ക് സെറ്റായിട്ട് ഇതായിരിക്കുന്നു. 1 2 സെറ്റ്. സോ അപ്പോൾ നമ്മുടെ നന്ദു പറഞ്ഞ പോലെ ഞങ്ങളിത് ഇപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ്. നന്ദു കറക്റ്റ് അല്ലടാ, ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഇത് കേക്ക് ഇരിക്കുന്നു. അപ്പൊ നീ കേക്ക് മുറി ഇങ്ങനെ ഇരിക്കണോ? അത്തയ്യാത്തിന് ഇരിക്കണോ? അങ്ങനെ ഒന്നല്ലേ മുറിക്കട്ടെ. അങ്ങോട്ട് നോക്കണ നിങ്ങക്ക് വേണോ? എന്ത് മൈൻഡാ ഹായ് ഗൈസ്, സെയിൻ സ്പോർട്സിലെ കിങ് എന്നല്ല പറയണ്ടേ? കിങ്, സോന മേക്കറിന്റെ കിങ്. നീ പാടിക്കോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് അടിച്ചു. എങ്ങനെയായിരുന്നു പരിപാടി? സോ അങ്ങനെ പരിപാടി എല്ലാം ഉഷാറായി. എല്ലാവരുടെയും ഫോട്ടോ ഇടായിരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. അതേ അത് ഞാൻ പറഞ്ഞിട്ടില്ല.